ഇൻകം ടാക്സ് ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റു വാർത്തയിലേക്ക്. സമൂഹമാധ്യമത്തിൽ റീൽസ് ചെയ്യാനായി യുവാവ് വാങ്ങിയ എയർഗൺ ഒടുവിൽ വടകര പോലീസിനും എക്സൈസിനും തലവേദനയായി. ബുധനാഴ്ച വൈകിട്ട് ചെമ്മരത്തൂരിലാണ് സംഭവം. കൈവശമുള്ള തോക്ക് സുഹൃത്തിനെ കാണിക്കുന്നതിനിടെയാണ് സംഭവബഹുലമായ ആ സംഭവങ്ങൾ നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് ചെമ്മരത്തൂരിൽ റോഡിലാണ് സംഭവത്തിന്റെ തുടക്കം. സമൂഹമാധ്യമത്തിൽ റീൽസ് ചെയ്യാനായി വാങ്ങിയ എയർഗൺ സുഹൃത്തിനെ വീഡിയോ കോളിലൂടെ കാണിക്കുന്നതിനിടെ സംഭവം വടകര എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. എക്സൈസ് സംഘം കാര്യം അന്വേഷിക്കുന്നതിനായി യുവാവ് സഞ്ചരിച്ച വാഹനത്തിനടുത്തേക്ക് ചെല്ലുന്നതിനിടെ എക്സൈസിനെ കണ്ട് പരിഭ്രാന്തിയിലായ യുവാവ് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. സ്വകാര്യ കമ്പനികളിൽ ഐസ്ക്രീം വിതരണം നടത്തുന്ന വാഹനത്തിലെ ഡ്രൈവറാണ് യുവാവ് എന്ന് തിരിച്ചറിഞ്ഞ എക്സൈസ് വടകര പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വടകര എക്സൈസും പോലീസും യുവാവ് സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്നു. ഇതിനിടെ യുവാവ് സഞ്ചരിച്ച വാഹനം ഇരുചക്ര വാഹനത്തെയും ഇടിച്ചു. പിന്നാലെ എത്തിയ പോലീസ് യുവാവിനെയും തോക്കും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സിനിമയിലെ സംഘടനകളെ അനുസ്മരിക്കും വിധം അതിസാഹസികമായാണ് പോലീസും എക്സൈസും യുവാവിനെ പിടികൂടിയത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് വിശദമായ പരിശോധനയിലാണ് യുവാവിന്റെ കൈവശം കണ്ടത് എയർഗണ്ണാണെന്ന് തെളിഞ്ഞത്. യുവാവിനെ ചോദ്യം ചെയ്തതിൽ റീൽസ് ചെയ്യാനായി കോഴിക്കോട് നിന്നും വാങ്ങിയ എയർഗണ്ണാണെന്നും തെളിഞ്ഞു. എക്സൈസിനെ കണ്ട് പേടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്നും യുവാവ് മൊഴി നൽകി. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിലും സംഭവം സ്ഥിരീകരിച്ചതോടെ യുവാവിനെ വിട്ടയക്കുകയായിരുന്നു. ഇതിനിടെ തോക്കുമായി യുവാവിനെ പിടികൂടിയെന്ന വാർത്ത പ്രചരിച്ചത് പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും ഇടയാക്കി. ന്യൂസ് ബ്യൂറോ, വടകര.